പത്രോസ് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം ഒടുവിലത്തെ ഭാഗം. നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിപ്പിൻ. ദൈവം എല്ലാവർക്കും പല അവസരങ്ങൾ നൽകുന്നു. മാനസാന്തരപ്പെടാനും മടങ്ങിവരാനും നൽകുന്ന അവസരങ്ങളെ ദൈവത്തിൻ്റെ ബലഹീനതയായി കാണുവാൻ പാടില്ല. ദൈവത്തിൻ്റെ മഹാസ്നേഹവും ദീർഘക്ഷമയുമാണ് വീണ്ടും വീണ്ടും അവസരങ്ങൾ ലഭിക്കുവാൻ കാരണം. പാപം പലതവണ ചെയ്തിട്ടും തക്ക ശിക്ഷ ലഭിക്കാതിരിക്കുമ്പോൾ അത് ദൈവം കണ്ടില്ലെന്നോ അഥവാ ദൈവം ഒരിക്കലും ശിക്ഷിക്കില്ലെന്നോ ഒക്കെ ചിന്തിക്കുന്നവർ മഹാവിഡ്ഢികളാണ്. ആരും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പാപി തൻ്റെ പാപവഴികളെ വിട്ട് മാനസാന്തരപ്പെട്ട് സൗജന്യമായ ദൈവത്തിൻ്റെ രക്ഷാദാനം അംഗീകരിക്കണമെന്ന് അവിടെ നിശ്ചയിക്കുന്നു. അതിന് കാരണം ഒരു ആത്മാവിൻ്റെ വില സർവ്വലോകത്തെക്കാളും വലുതാണെന്നും നിത്യശിക്ഷാവിധി അന്തമില്ലാത്ത അതികഠിന വേദനയാണെന്നും പിന്നീട് ഒരവസരമില്ലെന്നും ദൈവം അറിയുന്നത് കൊണ്ടാണ്. നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷവും ഓരോ ദിവസവും ദൈവത്തിൻ്റെ ദാനമാണ്. രക്ഷയ്ക്കായി തൻ്റെ ദീർഘക്ഷമയാൽ ദൈവം നൽകുന്ന അവസരമായി അതിനെ കാണണം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് യേശുവിൻ്റെ 2-ാം വരവ് സംഭവിച്ചിരുന്നെങ്കിൽ നമ്മിൽ പലരും തൻ്റെ വരവിൽ എടുക്കപ്പെടില്ലായിരുന്നു. ഇനിയും ചിലർ കൂടെ നിത്യജീവൻ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമയോടിരിക്കുന്നു. തൻ്റെ വരവിനായി വേണ്ടും വിധം ഒരുങ്ങാൻ നമുക്കും ലഭിച്ചിരിക്കുന്ന അവസരമാണ് ഇത്. എന്നാൽ ദൈവം എന്നും ക്ഷമയോടെ കാത്തിരിക്കും എന്ന് നനയ്ക്കേണ്ടതില്ല. തൻ്റെ വരവിൻ്റെ വാഗ്ദത്തം ഒരു നാൾ നിറവേറുക തന്നെ ചെയ്യും. ഉദാസീനരും ദൈവവചനത്തെ മറുക്കുന്നവരും ഫലമില്ലാത്ത അനുതാപത്തിന് അന്ന് വിധേയരാകും. എന്നാൽ ദൈവത്തിൻ്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിച്ചവർ അന്ന് സന്തോഷിക്കും. ഗാഡ് ബ്ലസ് യു.